ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ വയനാട് അമ്പലവയൽ നടക്കുന്നൊരു പൂപ്പൊലി പറഞ്ഞ ഒരു പരിപാടി കാണാൻ പോവുകയാണ്. പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടാൽ ഇഷ്ടമാവും കേട്ടോ. നല്ല തിരക്കായിരുന്നു. നമ്മൾ കയറുന്നിടത്ത് തന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊക്കെ കണ്ടങ്ങനെ പോയി. കുറേ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വുഡൻ്റെ നല്ല തിരക്കാണ്. അങ്ങോട്ട് പോകാനുള്ള വഴി കേട്ടോ. ചെടികളും കുട്ടികൾ കളിക്കണ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടങ്ങനെ പോയി. ഉപ്പിലിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് എൻട്രൻസ്. കണ്ട തിരക്ക് കണ്ടോ, നല്ല തിരക്കാണ് കേട്ടോ. അതിനിടയ്ക്ക് ഈ കുട്ടികൾ ഈ ബലൂണും കൊണ്ട് നമ്മുടെ കയ്യിൽ വന്ന് വെപ്പിച്ച് വാങ്ങിപ്പിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അവർ രണ്ടാളും അടിയായി. അവൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ വാങ്ങിയപ്പോൾ ഈ പെൺകുട്ടി അവനും അടിയായി. അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടൊക്കെ ആയത്. അതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ നല്ല തിരക്കിനോടെ എൻട്രൻസിലോട്ട് ഉള്ളിലോട്ട് കയറിട്ടോ. ടിക്കറ്റ് 60 രൂപയാണ് ഇവിടെ വരുന്നത്. പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. കയറി വരുന്നിടത്ത് പൂക്കളം കൊണ്ട് തന്നെ പൂപ്പൊലി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പൂപ്പൊലി എന്നിട്ട് അറിയപ്പെടുക. കയറി ചെന്നിട്ട് നല്ല ജമന്തി ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ എൻട്രൻസൊക്കെ കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് കണ്ടു നോക്കി. ഇഷ്ടമാവുന്നവർ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്. ആരും സബ്സ്ക്രൈബ് ചെയ്യണമില്ല, ലൈക്ക് ചെയ്യണമില്ല. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഒരു ബട്ടർഫ്ലൈനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു വലിയ മയിൽ പീലി വിടർത്തി നിൽക്കണ പോലെയാണ് ഈ ഫ്ലവേഴ്സും ചെടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. ഇത് കണ്ടില്ല, തിരക്ക് കണ്ടില്ല, നല്ല റഷാണ് കേട്ടോ. ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ദൂരത്തും കണ്ണൂർ, കാസർഗോഡ് നിന്നൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഇത് കാണാൻ വന്നിട്ടുള്ളത്. ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. നല്ലൊരു പീസ്ഫുള്ളായിട്ടുണ്ടാവും. നമുക്കത് ചെടികളിൽ ആ ഫ്ലവേഴ്സ് പൂത്ത് നിൽക്കണ കാണാനൊക്കെ കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ ഇതാ അതിൻ്റെ ഉള്ളിൽ കുറേ സ്റ്റോളുകളൊക്കെ ഉണ്ട് കേട്ടോ. ചെടികൾ നമുക്ക് വാങ്ങാൻ പറ്റുന്നത്. പിന്നെ ഇതാ കുട്ടികളെ പാർക്കിൻ്റെ അവിടെ എത്തി. കുട്ടികൾ നല്ല കളിയാണ്. പാർക്കിൻ്റെ അവിടെ എത്തിയപ്പോൾ മോളെയും മോനെയും പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. അവരവരെ ഇഷ്ടത്തിന് ഓടുമായിരുന്നു. ഇതിനുള്ള കൂടെ ഓടി ഓടി കയറിയായിരുന്നു കേട്ടോ. ഇത് നമ്മൾ പേ ചെയ്യേണ്ട, ഫ്രീ ആയിട്ട് കയറാൻ പറ്റുന്ന പാർക്ക് പോലെയുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ളതാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറേണ്ടത് കേട്ടോ. അവർ നല്ല എൻജോയ് ചെയ്തു കേട്ടോ പാർക്കിൽ മക്കൾ. അവർ നമ്മളൊന്നും നോക്കാനുള്ള ആളും തിരക്കൊന്നും നോക്കാതെ അവർ ഓടുകയാണ്. അടുത്തടുത്ത ഗെയിമിലോട്ട് ഓടുകയാണ് കേട്ടോ. ഇതൊരു ട്രെയിൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മക്കൾക്ക് കളിക്കാൻ പറ്റുന്ന ഫോട്ടോ എടുക്കാൻ പറ്റുന്ന മാറ്റിയൊക്കെ ട്രെയിനാണ്. അത് പിന്നെ കുറച്ച് ചെടികൾ വാങ്ങി. പിന്നെ അതാക്കുന്ന കുറച്ച് പ്രാണികളെ കൊണ്ട് ഓരോ മോഡലാക്കി ആനേനെയും അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ. വണ്ട് ബട്ടർഫ്ലൈനൊക്കെ വെച്ചിട്ട് ആന പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്.
കണ്ടത് മുഴുവൻ ഓരോ പ്രാണികളാണ്. അതിനെ കൊണ്ടാണ് ഈ ആന കിളീനെ പോലെയൊക്കെ ആക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഓരോ നെല്ല് എത്ര ഇനം നെല്ലുണ്ട് എന്നൊക്കെ അങ്ങനെ കുറച്ച് ചെടികളൊക്കെയാണ് വാങ്ങി നമ്മളത് ആ ഒരു സ്റ്റോളുകളുടെ ഉള്ളിൽ എത്താം കേട്ടോ. പക്ഷെ അവിടെ നിന്നും ഭയങ്കര തിരക്കായി, നമുക്കൊന്നും വാങ്ങാൻ പറ്റില്ല. കുട്ടികളെ കൊണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അടുത്തേക്കും കൂടി നോക്കാൻ പറ്റുന്നില്ല. പിന്നെ ആ ഗെയിം നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറുന്ന ഓരോ ഗെയിമിൻ്റെ അവിടെ എത്തിയിട്ടോ. അവിടെ കാണാൻ ഫുള്ള് റഷാണ്. അതിൻ്റെ അപ്പുറത്ത് ഗാനമേള നടക്കുന്നുണ്ട്. അവിടെ നല്ല തിരക്കാണ്. അവിടെ സീറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ.